അസഭ്യം പറച്ചിലിൽ ഡിഗ്രി എടുത്തിരിക്കുന്ന പേരൂർക്കട പോലീസിന്റെ കുഴപ്പമല്ല. പിണറായി പോലീസിന്റെ അത്യാവശ്യം നല്ല ഉദ്യോഗസ്ഥരെ ഒഴികെ CPM-ന്റെ ഏറാൻമൂളികളായ പോലീസുകാരുടെ പണി ഇതാണ്. പാവപ്പെട്ടവരെ തെറി വിളിക്കല്ല. ആ പെൺകുട്ടിയെ തെറി വിളിച്ചു, അപമാനിച്ചു, മണിക്കൂറിനടുത്ത് പെരുങ്കള്ളി, നാക്കെടുത്ത് 400 പ്രാവശ്യം കള്ളി എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ആ സ്റ്റേഷനിലുണ്ടാകുന്ന മുഴുവൻ പോലീസുകാരും വിളിച്ചു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു തുള്ളി വെള്ളം യാചിച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യത്വരഹിതരായ മനുഷ്യ രൂപം പൂണ്ട ആളുകളാണ് ഈ പോലീസ് സ്റ്റേഷനകത്തുള്ളത്. എന്തേ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ? നിങ്ങൾ എത്ര തവണ വെള്ളം കുടിച്ചു? നിങ്ങൾ എത്ര തവണ ഭക്ഷണം കഴിച്ചു? ആ പാവം ദളിയുവതി ഇവിടെ നിന്ന് വെള്ളം കുടിക്കാതിരുന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാത്ത നിങ്ങളെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? ലജ്ജയില്ലേ പോലീസേ? നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങൾ ആ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു അവസാനം ഗത്യന്തരമില്ലാതായപ്പോ പറഞ്ഞു പോയി ടോയ്ലറ്റിൽ നിന്ന് കുടിക്കാൻ. ഇന്ന് സസ്പെൻഡ് ചെയ്ത SI അടക്കം ടോയ്ലറ്റിൽ നിന്നാണോ വെള്ളം കുടിക്കുന്നത്? ആരുടെ വീട്ടിൽ ആരെങ്കിലും ടോയ്ലറ്റിൽ നിന്നാണോ വെള്ളം കുടിക്കുന്നത്? ആ കുഞ്ഞിനോട് ടോയ്ലറ്റിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞ പോലീസുകാര് നിങ്ങൾ ടോയ്ലറ്റിൽ നിന്നാണ് ദാഹിക്കാൻ വെള്ളം കുടിക്കുന്നത്. ഇത്രയും ദളിതായാൽ സ്ത്രീ ആയാൽ ഏത് രീതിയിലും ഉപദ്രവിക്കാം എന്നുള്ളതാണോ പോലീസ് മാനുവലിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? രാജ്യത്തെ ഏത് നിയമമാണ് ഇതിന് പിൻബലം നൽകുന്നത്? ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ നടന്ന അതിക്രൂരമായ ദളിത് സ്ത്രീക്ക് നേരെയുള്ള പീഡനം, മാനസിക പീഡനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന പിണറായി സർക്കാരിന്റെ ദളിത് വിരുദ്ധതയുടെ പ്രതിരൂപമാണ്. അതിന്റെ പ്രതിധ്വനിയാണ്, സ്ത്രീ വിരുദ്ധതയുടെ പ്രതിധ്വനിയാണ്. ഒരു പരാതി കിട്ടിയാൽ, പരാതിയിൽ ഒരാളെ സംശയിച്ചാൽ ഇന്നത്തെ കാലത്ത് എത്ര ശാസ്ത്രീയമായി തെളിവ് ശേഖരിക്കാൻ സാധ്യതകളുണ്ടെന്നതിക്ക് അതൊന്നും ചെയ്യാതെ ആ പാവപ്പെട്ട സ്ത്രീയെ ഇതിനകത്തിട്ട് ഭയപ്പെടുത്തി പേടിപ്പിച്ച് കുറ്റസമ്മതിക്കാൻ ശ്രമിച്ചു. ഏറ്റവും അവസാനം ആ പെൺകുട്ടിയുടെ 2 കുഞ്ഞുങ്ങൾ, +2 കഴിഞ്ഞ ഒരു പെൺകുട്ടിയും 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയും, ആ 2 കുട്ടികളെയും കൂലിപ്പണിക്കാരനായ ഭർത്താവിനെയും കേസിൽ കൊടുക്കുമെന്നായപ്പോഴാണ് ആ പാവപ്പെട്ട യുവതി ഈ പോലീസുകാരുടെ പീഡനം മൂലം ഇവിടെ കുറ്റം സമ്മതിച്ച് FIR എഴുതി. നേരം വെളുത്തപ്പം വീട്ടുകാരി ഒന്ന് പറയാം എന്റെ മാല കിട്ടിയെന്ന്. എന്നിട്ടും മനസാക്ഷിയില്ലാത്ത പോലീസുകാര് മാല കിട്ടിയെന്ന് ആ പെൺകുട്ടി അറിയിച്ചില്ല. പകരം ഞങ്ങളുടെ ഔദാര്യത്തെ നിങ്ങൾ പൊക്കോ. പക്ഷേ എന്താണ് പേരൂർക്കട വേറെ കവടിയാർ ഭാഗത്ത് കണ്ടുകൂടെന്ന്. ഇവിടെ ആർക്കെങ്കിലും സ്ത്രീധനം എഴുതി വെച്ച സ്വത്താണോ പേരൂർക്കട? അതോ കുടുംബ ഭാഗം വെച്ച് കിട്ടിയതാണോ? പേരൂർക്കട പോലീസിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടിയതാണോ ഈ പേരൂർക്കട എന്ന് പറയുന്നത്? ഈ നാട്ടിൽ ജനാധിപത്യ രാജ്യത്തെ പോലീസ് രാജ്യം നടപ്പാക്കാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് അനുവദിക്കില്ല. പോലീസായ പോലീസ് ആകണം, അല്ലാതെ കുറ്റവാളിയാകരുത്. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ എത്രയോ തവണയായി ഞങ്ങൾ പറയുന്നു. ആ പാവപ്പെട്ട പെൺകുട്ടി അതിനുശേഷം സ്ഥലത്തെ പ്രധാനപ്പെട്ട CPM നേതാവുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. അവിടെ ഇരിക്കുന്ന ആരാ? ശശി ഒരു ശശിയാണ്, പേര് കേട്ടൊരു ശശിയാണ്. ആ ശശിയുടെ പഴയ കഥകളൊക്കെ പറഞ്ഞ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ സംസ്കാരം അനുവദിക്കത്തില്ല. അങ്ങനെ ഒരാളെയാണല്ലോ പിണറായി വിജയൻ പിടിച്ച് വലതുവശത്ത് ഇരുത്തിയേക്കുന്നത്. ആ ശശി സാധാരണ സ്വന്തം പാർട്ടിക്കാരോട് നീതിയാണ്. സ്വന്തം പാർട്ടിയിലെ പെണ്ണുങ്ങളെ പരാതിക്ക് വിധേയനായ ശശി, പല കാര്യത്തിൽ ആരോപണ വിധേയനായ ശശി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ശശിയുടെ അടുത്ത് നമ്മുടെ പാവം ബിന്ദു ചെന്ന് പരാതി കൊടുത്ത് കരഞ്ഞു വിളിച്ച്, സാറേ എനിക്ക് ഇത്രയും വലിയ പീഡനം ഈ പേരൂർക്കട സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ ഉടനെ എടുത്ത് പരാതി ഒന്ന് വായിച്ചു നോക്കാൻ ദൂരെ എറിഞ്ഞിട്ട് പാവം ഒരു ആദിവാസി സ്ത്രീയുടെ പരാതിയിൽ കണ്ണോടിക്കാൻ അല്ലെങ്കിൽ മിസ്റ്റർ ശശി, നിങ്ങൾ ഈ നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ലക്ഷങ്ങൾ മാസം തോറും ശമ്പളം വാങ്ങുന്ന എന്തിനാണ്? ഞാൻ അടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന പി ശശി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പാവം ദളിത് യുവതിയുടെ പരാതി എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് മോഷണത്തിന് മാല കാണാതായ വീട്ടുകാർ പരാതി കൊടുക്കും. വീട്ടുകാർ പരാതി കൊടുത്താൽ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ച കേസ് തെളിയിക്കും. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതി പോകാൻ. പിന്നെ എന്തിനാ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആഭ്യന്തര വാഴയായി അവിടെ ഇരിക്കുന്നത്? ഇതിനേക്കാൾ വാഴ വെച്ചെങ്കിൽ ഇതിനേക്കാൾ ഭേദമായിട്ട് പോലീസിനെ നിയന്ത്രിക്കുമായിരുന്നു. കേരള പോലീസിന്റെ മേൽ ചിലപ്പോഴെങ്കിലും ഗവൺമെന്റ് നിയന്ത്രണം നഷ്ടപ്പെടും. നിയന്ത്രണം കിട്ടുന്ന എപ്പോഴാന്ന് വെച്ചാൽ CPM-കാർ ആരെങ്കിലും ഏതെങ്കിലും കേസിൽ പ്രതിയായ പോലീസ് പിന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ് അവരെ രക്ഷിക്കുവാൻ നിയമ പുസ്തകങ്ങൾ തപ്പി ഊളിയിട്ടിറങ്ങി നിയമ വിദഗ്ധരുമായി ആലോചിച്ച് CPM-കാരെ രക്ഷപ്പെടുത്തുന്ന അല്ലാതെ നിയമവാഴ്ച ഈ നാട്ടിൽ നടപ്പാക്കുന്നില്ല. ഗുണ്ടാരാജല്ലേ കേരളത്തിൽ പലയിടത്തും നടക്കുന്നത്? മോഷണം നടക്കുന്നില്ലേ? അത് പിടിക്കാൻ പോലീസ്
പാവപ്പെട്ട സ്ത്രീകളെ, പ്രത്യേകിച്ച് ദളിത് സ്ത്രീകളെ ആക്രമിക്കുന്ന ഈ പോലീസ് നടപടി അങ്ങേയറ്റ അപലപനീയമാണ്. ആ ശശിക്ക് കൊടുത്തിട്ട് ഇത്ര ദിവസമായിട്ട് യാതൊരു നടപടിയില്ല.